നമസ്കാരം. ഞാൻ ഡോക്ടർ ഫിർദൗസ് ഇക്ബാൽ ചങ്ങമ്പള്ളി, ചീഫ് ഫിസിഷ്യൻ, ചങ്ങമ്പള്ളി വൈദ്യഭവൻ, തിരുനാവായ. ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് ശരീരം വണ്ണം വയ്ക്കാൻ എന്ത് ചെയ്യണമെന്നാണ്. ആയുർവേദത്തിൽ ഇതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. വണ്ണം കുറക്കാനാണ് പ്രയാസം, പക്ഷേ വണ്ണം കൂട്ടാനുള്ള മെത്തേഡ്സ് ധാരാളമാണ്. നല്ലൊരു പരിധിവരെ മരുന്നുകൾ കൊണ്ട് ജീവിതചര്യ കൊണ്ടും വണ്ണം കൂട്ടാനും പറ്റും. അതിന് നമ്മൾ ആദ്യം തന്നെ വേണ്ടത് എന്തുകൊണ്ടാണ് മെലിഞ്ഞിരിക്കുന്നത് എന്നതിൻ്റെ കാരണം കണ്ടെത്തലാണ്. കാരണം കണ്ടെത്തിയിട്ട് അതിനനുസരിച്ചിട്ട് ഉള്ള ചികിത്സകൾ ചെയ്യേണ്ടി വരും. ചില ഭക്ഷണങ്ങൾ വണ്ണം കൂട്ടുന്നതാണ്, പക്ഷെ ചിലരിൽ എന്ത് ഭക്ഷണം കഴിച്ചാലും വണ്ണം കൂടാറില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് വയറിളക്കം തന്നെയാണ്. IBS എന്ന് പറയും, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. ഇത് പല ആളുകളിലും വണ്ണം വെക്കുന്നത് തടസ്സമായിട്ട് നിൽക്കാറുണ്ട്. പിന്നെ നമ്മൾ വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയും, വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞത് സ്ത്രീകളിൽ നല്ലൊരു ശതമാനം ആളുകളിലും വണ്ണം വെക്കാതിരിക്കാനുള്ള കാരണം വൈറ്റ് ഡിസ്ചാർജാണ്. പിന്നെ മറ്റൊരു കാരണം ആൻസൈറ്റിയാണ്. കൂടുതലായിട്ടുള്ള ആൻസൈറ്റി കാരണം പലരും മെലിഞ്ഞു പോവും. ഇത് ഒബേസിറ്റിക്ക് കാരണമാവാറുണ്ട്, പക്ഷേ എപ്പോഴും കൂടിയ ചിന്തകളും ഉറക്കമൊഴിക്കുന്നതും എല്ലാം വണ്ണം കുറയാനുള്ള കാരണമാവാറുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾ പാല് കുടിക്കുന്ന സമയത്ത് സ്ത്രീകൾ മെലിഞ്ഞു വരാറുണ്ട്. അത് ശരീരത്തിലെ കാൽഷ്യത്തിൻ്റെയും മറ്റ് മിനറൽസിൻ്റെയും അളവ് കുറയുന്നതുകൊണ്ടാണ്. അത് താൽക്കാലികമാണെന്ന് വിചാരിക്കാം, പക്ഷെ ചില ആളുകൾ കുഞ്ഞുങ്ങൾ പാലുകൂടി നിർത്തിയാൽ പോലും പഴയ സ്ഥിതിയിലേക്ക് വരാതെ പോകാറുണ്ട്. അത് ശരീരത്തിലെ പോഷകക്കുറവ് കൊണ്ടാണ്. പിന്നെ വേറെ ചില കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ മസ്കുലാർ ഡിസീസ് ഉണ്ട്. മസിലിന് ബാധിക്കുന്ന ചില രോഗങ്ങൾ, അതിൽ ഭയങ്കര ക്ഷീണവും ചില ഏരിയയിൽ നിന്ന് മാത്രം മസിൽ നീങ്ങി പോകുന്ന പോലെ തോന്നും. ഇപ്പോൾ കയ്യിൻ്റെ ഏതെങ്കിലും ഭാഗം, തൊട അല്ലെങ്കിൽ ബാക്ക്, അങ്ങനെ ഏതെങ്കിലും ഭാഗത്ത് കഴുത്തിൽ ഒക്കെ ഇതുപോലെ കാണാം. അപ്പോൾ ഒരു ഭാഗത്തു നിന്ന് മസിൽ ഭയങ്കര ചുരുങ്ങി പോകുന്ന പോലെ കാണുകയും ചിലപ്പോഴേ അതിലൊക്കെ പെയിൻ ഉണ്ടാവുള്ളൂ. ഫസ്റ്റ് സ്റ്റേജിൽ പെയിൻ ഉണ്ടാവില്ല. പിന്നെ മൊത്തത്തിൽ മസിൽസിനെ ബാധിക്കുന്ന രീതിയിൽ മസ്കുലർ അട്രോഫി വരാറുണ്ട്. അത്തരം കണ്ടീഷൻസിലും വണ്ണം കുറഞ്ഞ് പോകുന്നത് കാണാം. പിന്നെ വേറൊരു കാര്യമുള്ളത് വിശപ്പില്ലായ്മയാണ്. വിശപ്പില്ലായ്മ കാരണം ഭക്ഷണം കുറഞ്ഞു പോകും. പിന്നെ ഒന്നുള്ളത് വായ്ക്ക് അരുചി. വിശപ്പില്ലായ്മയും വായ്ക്ക് രുചിക്കുറവും രണ്ട് കാരണങ്ങളാണ്, രണ്ടും ഒന്നല്ല. ഒന്ന്, നമുക്ക് വിശക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ എന്ത് കഴിച്ചാലും ഒരു മടുപ്പ്, കുറച്ച് കഴിക്കുമ്പോഴത്തേക്ക് ഒരു മടുപ്പ് തോന്നും. ആ അവസ്ഥയും മെലിച്ചിലിന് കാരണമായിട്ട് കാണാറുള്ളതാണ്. ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഭക്ഷണക്രമം, വണ്ണം കൂടാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണക്രമം എന്താണെന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് കൊഴുപ്പ് തന്നെയാണ്. കൊഴുപ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വണ്ണം വയ്ക്കാൻ സഹായിക്കുന്നത് ആടുമാംസമാണ്. ആടുമാംസത്തെക്കാൾ കൂടുതൽ ചിക്കനോ ബീഫിനോ വണ്ണം വെപ്പിക്കാൻ കഴിയില്ല. ആടുമാംസം സ്ഥിരമായിട്ട് കഴിക്കുന്നത് വണ്ണം കൂടാൻ സഹായിക്കും. പിന്നെ വേറെ ഒന്നുള്ളത്, വെജിറ്റബിൾസിലാണെങ്കിൽ പഴം, നേന്ത്രപ്പഴം വണ്ണം വയ്ക്കാൻ സഹായിക്കുന്നതാണ്. ഫ്രൂട്ട്സിൽ നേന്ത്രപ്പഴം ആണ് ഏറ്റവും കൂടുതൽ വണ്ണം വയ്ക്കാൻ സഹായിക്കുന്നത്. വെജിറ്റബിൾസിൽ ഉരുളക്കിഴങ്ങാണ് വണ്ണം വയ്ക്കാൻ സഹായിക്കുന്ന സാധനങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ മത്തനും ഉരുളക്കിഴങ്ങും നന്നായിട്ട് വണ്ണം വയ്ക്കാൻ സഹായിക്കുന്നതാണ്. ബാക്കി ധാന്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വണ്ണം കൂട്ടുന്നത് ഉഴുന്നാണ്. ഉഴുന്നിൻ്റെ എന്ത് സാധനങ്ങൾ, ഇപ്പോൾ ഉഴുന്ന് വട, ഇഡ്ഡലി, ദോശകളിൽ അത്ര തന്നെ വണ്ണം വയ്ക്കാൻ സഹായിക്കില്ല. എന്നാലും ഇഡ്ഡലി ദോശയേക്കാൾ കൂടുതൽ അത് മൊരിച്ചെടുക്കുന്നതല്ലാത്തതുകൊണ്ട് ആവിയിൽ വേവുന്നതുകൊണ്ട് ഉഴുന്ന് കൂടുതൽ ചേർത്തിട്ടുള്ള ഇഡ്ഡലി വണ്ണം വയ്ക്കാൻ സഹായിക്കും. അത് ഡെയിലി കഴിക്കുകയോ അല്ലെങ്കിൽ എണ്ണത്തിൽ കൂടുതൽ കഴിക്കുകയോ, അതും ചട്നി പോലുള്ള സാധനങ്ങളായിട്ട് ചേർത്ത് കഴിക്കുന്നത്, തേങ്ങയും തേങ്ങാപ്പാലും വണ്ണം വയ്ക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നെയ്യ് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. പശു നെയ്യ് നന്നായിട്ട് വണ്ണം വയ്ക്കാൻ സഹായിക്കും. അപ്പോൾ പശു നെയ്യ് ഉപയോഗിക്കുമ്പോൾ നമ്മളത് ആക്ച്വലി വണ്ണം കുറക്കാനും ഈ നെയ്യ്ക്ക് ഒരു കഴിവുണ്ട്. ചൂടോടെ ചൂടാക്കിയ നെയ്യ് കഴിക്കുന്നത് വണ്ണം കുറക്കാനും, അതുപോലെ ചൂട് ആക്കാതെയല്ല, മീൻസ് നമ്മൾ ഏതെങ്കിലും ഫുഡിലേക്ക് ഇട്ട് ഒരു മീഡിയം ചൂടിൽ കഴിക്കുന്നത് വണ്ണം കൂട്ടാനും സഹായിക്കും. അതുപോലെ തന്നെ രാവിലെ വെറും വയറിൽ ചൂടാക്കിയ നെയ്യ് കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം കുറയാൻ സഹായിക്കും. പക്ഷെ അതേസമയം
പിന്നെ ഉരുക്കാത്ത നെയ്യ്, നല്ല കട്ടിയുള്ള നെയ്യ് 2-3 സ്പൂണ് രാവിലെ എഴുന്നേറ്റ് ഉടനെ കഴിക്കുകയും അതിന് മേലെ നീര് ചൂടുള്ള വെള്ളം കുടിക്കുകയും ചെയ്യുന്നത് വിശപ്പ് കൂടുതൽ ഉണ്ടാക്കാനും പിന്നെ വണ്ണം വയ്ക്കാനും സഹായിക്കുന്നതാണ്. പിന്നെ വേറെ ഒന്നുള്ളത് എണ്ണയാണ്, എള്ളെണ്ണ നന്നായിട്ട് വണ്ണം വയ്ക്കാൻ സഹായിക്കും. അതും ഈ നെയ്യിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വണ്ണം കൂട്ടാനും കുറക്കാനും സഹായിക്കുന്ന സാധനങ്ങളാണ്. പിന്നെ മരുന്നുകളുടെ കൂട്ടത്തിൽ അമുക്കരമാണ് വണ്ണം കൂട്ടാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന സാധനം. ഇതെല്ലാം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതാണ് നല്ലത്. ഇത് കൂടാതെ ആയുർവേദത്തിൽ ഒരുപാട് മരുന്നുകളുണ്ട് വണ്ണം വയ്ക്കാനായിട്ട്. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക. നമസ്കാരം.